ഹായ് മുത്തുമണികളെ, ഒരു അടിപൊളി സ്റ്റോറി കേട്ട് നോക്കിയാലോ? അപ്പോഴേ എല്ലാവരും ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം. ആദ്യമേ തന്നെ ഞാൻ പറയണം കേട്ടോ. കാരണം എൻ്റെ ഈ സ്റ്റോറി മറ്റുള്ളവർ കേൾക്കുമ്പോഴാണ് അത് അതിൻ്റേതായിട്ടുള്ളൊരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം അല്ലേ? അതെ, ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ചാനലും പേജും ഒക്കെ ഒന്ന് സബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ തുടങ്ങാം അല്ലേ? എൻ്റെ പേര് ബിജോയ്. തൃശ്ശൂരാണ് ഞങ്ങളുടെ വീട്. അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന ഒരിടത്തരം കുടുംബമാണ് ഞങ്ങളുടെ. അച്ഛന് പാലക്കാട് ഒരു ചെറിയ തുണിക്കട നടത്തുക കേട്ടോ. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. വിശേഷ ദിവസങ്ങളിൽ അമ്മ അച്ഛൻ്റെ കൂടെ കടയിൽ പോകും. ചിലപ്പോൾ 1-2 ദിവസത്തിന് ശേഷമൊക്കെയാണ് വരാറ്. ഞങ്ങളുടെ വീട്ടിൽ 2 മുറിയാണ് ഉള്ളത്. ഒന്നിൽ അമ്മയും അച്ഛനും, രണ്ടാമത്തേതിൽ ഞാനും ചേച്ചിയും. ഒരു കട്ടിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ കിടക്കാറ്. വീട്ടിൽ ഒരു ബാത്റൂമേ ഉള്ളൂ, അതും പുറത്ത്. കുളി കഴിഞ്ഞ് അമ്മയും ചേച്ചിയും ടവലെടുത്ത് വരുന്നത് സ്ഥിരം ഒരു കാഴ്ചയാണ്. ഓർമ്മ വെച്ച കാലം മുതലേ അത് കാണാറുള്ളത് കൊണ്ട് പ്രായപൂർത്തിയായിട്ടും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. പിന്നെ 18 കഴിഞ്ഞെങ്കിലും കൂട്ടുകാരധികം ഇല്ലാത്തത് കൊണ്ട് ഈ പരിപാടിയെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല കേട്ടോ. എന്നേക്കാൾ 3 വയസ്സ് കൂടുതലാണ് ചേച്ചിക്ക്. അമ്മ മിക്കപ്പോഴും കടയിൽ പോവുമായിരുന്നു. എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ചേച്ചിയാണ്. അമ്മയ്ക്ക് കൂടുതൽ അടുപ്പവും സ്വാതന്ത്ര്യവും എനിക്ക് ചേച്ചിയോടാണ്. അച്ഛനില്ലാത്തപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കും, അല്ലെങ്കിൽ ഞാനും ചേച്ചിയും. വലുതായിട്ട് എന്നെ വീട്ടിലെ ഒരു കൊച്ചു കുട്ടിയെ പോലെയാട്ടോ അമ്മയും ചേച്ചിയും കണ്ടിരുന്നത്. നാട്ടിലുള്ള എല്ലാ ആണുങ്ങളുടെ കണ്ണും ചേച്ചിയിലും അമ്മയുമാണ് കേട്ടോ. അതെന്താ കാരണം എന്ന് വെച്ചാൽ അമ്മാതിരി അടിപൊളി സുന്ദരികളാണ് കേട്ടോ എൻ്റെ ചേച്ചിയും അമ്മയും. അമ്മയുടെ ചേച്ചിയുടെ മുന്നും ബാക്കും ഒക്കെ ആയിരുന്നു പലരുടെയും നോട്ടം. അവരുടെ കൂടെ പോകുമ്പോൾ പല കമൻറ്റും ഞാൻ കേൾക്കാറുണ്ട്. ഞങ്ങൾ പേടി കാരണം ഒന്നും എതിർത്ത് പറയില്ല. ഇതൊക്കെ പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് കേട്ടോ. അതെ, നമുക്ക് കഥയിലോട്ട് വരാം അല്ലേ? എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണേ. ചേച്ചി കോളേജിൽ പഠിക്കുന്നു. ഒരു ദിവസം വൈകിട്ട് ഞാൻ മൂത്രമൊഴിക്കാനായിട്ട് കുളിമുറിയുടെ അടുത്ത് പോയപ്പോൾ ചേച്ചി കുളിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി കഴിഞ്ഞിലേക്ക് മൂത്രമൊഴിക്കണം കേട്ടോന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇത് അപ്പൂസേ ഇപ്പോൾ വരാമെന്ന്. അയ്യോ, എന്നെ വീട്ടിൽ അപ്പൂസേന്നാട്ടോ വിളിക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് ഇറങ്ങ്, അല്ലെങ്കിൽ ദേ ഞാനിവിടെ മുള്ളൂട്ടോന്ന്. പോയി ഇവനെ കൊണ്ട് തോറ്റു. എന്നാ വായോ ഒന്ന് ഒഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് ചേച്ചി ആ ഒരു കുളിമുറിയുടെ വാതിൽ തുറന്നു വന്നു. ഞാനകത്ത് കയറിയപ്പോൾ ചേച്ചി ടവലെടുത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. തലയിൽ സോപ്പൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട്. വേഗം ഒഴിക്കടാ, എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല എന്ന് ചേച്ചി പറഞ്ഞു. വേഗം. അങ്ങനെ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്ന് എൻ്റെ സാധനമൊക്കെ പുറത്തിട്ട് ഒഴിച്ചു തുടങ്ങി. ഒഴിക്കുമ്പോൾ ഞാൻ പണ്ടേ ഉള്ള ശീലം കേട്ടോ ചുമരിൽ ചിത്രം വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ചേച്ചി എൻ്റെ ബാക്കിലൊരു അടി വന്നു. ഞാൻ കുളിക്കാൻ നിൽക്കടാ, പൊട്ടത്തേക്ക് നോക്കുമെന്ന് പറഞ്ഞിട്ടോ. കഴിഞ്ഞു എന്ന് പറട്ടോ. ഞാൻ അങ്ങനെ മൂത്രമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞതും ചേച്ചിയുടെ ആ ഒരു ടവലഴിഞ്ഞ് താഴെ വീണു. ഇപ്പോൾ മുഴുവനായിട്ട് എനിക്ക് ചേച്ചി ഒന്നിടാണ്ട് കാണാൻ പറ്റും കേട്ടോ. ചേച്ചിയുടെ ആ ഒരു മുന്നൊക്കെ എന്നെ കുത്താൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. വയറിൻ്റെ പൊക്കിളിൻ്റെ താഴെയായിട്ട് ആ ഒരു കറുത്ത രോമവും പൊക്കിളിനോട് ചേർന്നിരിക്കണ അരിഞ്ഞാണോ ആ കറുത്ത മുറുകും. എൻ്റെ കൺട്രോള് പോയിട്ടോ. ഞാൻ പറഞ്ഞു, എന്നാലും അയ്യേ മോശം, തുണിയൊന്നും ഇല്ലാണ്ട് നിൽക്കാന്ന് കേട്ടോ. എന്നിട്ട് കുളിമുറിയുടെ പുറത്ത് വന്നു. അപ്പോൾ അമ്മ അവിടെ ഞങ്ങളുടെ ശബ്ദം കേട്ട് നിൽക്കുന്നുണ്ട്. രണ്ടാളും ഒരുമിച്ചാണോ കുളിക്കാൻ കയറിയത് എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുളിക്കാണെന്നല്ല മൂത്രമൊഴിക്കാൻ പോയതാന്ന് കേട്ടോ. ശരിടാ, അവളുടെ കുളി കഴിഞ്ഞിട്ട് പോരായിരുന്നടാ നിനക്ക് മൂത്രമൊഴിക്കൽ. ഇത് പറഞ്ഞിട്ട് അമ്മ എൻ്റെ തലയൊക്കെ നന്നായിട്ട് തോർത്ത് തന്നു കേട്ടോ. ഞാൻ ചമ്മിയ ഭാവത്തോടെ അവിടെ നിന്ന് എൻ്റെ റൂമിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ചേച്ചി ടവലൊക്കെ എടുത്ത് റൂമിലോട്ട് വന്നു. എന്നെ നോക്കി പല്ലിടിച്ചിട്ട് കാണിച്ചു കേട്ടോ. അപ്പം ഞാൻ ഗൗരവത്തിലിരുന്നു. ചേച്ചി അലമാരയൊക്കെ തുറന്ന് ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തു. എന്നിട്ട് എൻ്റെ മുമ്പിൽ വന്ന്
പുറം തിരിഞ്ഞ് എന്നിട്ട് ടവലൂരാണ്ട് ചേച്ചി ആ ഒരു ഇതൊക്കെ എടുത്തിട്ടു കേട്ടോ. ടവലൊക്കെ അഴിച്ച് മാറ്റി പിന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ടു ചേച്ചി. അപ്പോൾ എന്നോട് ലാസ്റ്റ് പറയാം, അപ്പൂസേ എൻ്റെ ഈ ഹുക്കൊന്ന് ഇട്ട് തന്നേടാന്ന്. അത് ചേച്ചിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ. ഇതെല്ലാം എൻ്റെ വീട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പം ഞാനത് ഇത് ചേച്ചിയുടെ ആ ഹുക്കൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചേച്ചി തിരിഞ്ഞു നിന്നിട്ട് എൻ്റെ കവിളിൽ എന്ന് പറഞ്ഞ് ഉമ്മ വന്നു കേട്ടോ. പിണങ്ങണ്ട കേട്ടോ, എന്നെ കളിയാക്കിയപ്പോഴല്ലേ ഞാൻ ചീത്ത പറഞ്ഞത് എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് പിണക്കമൊന്നുമില്ല ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി ഒരു ഉമ്മ കൂടി തന്നിട്ട് പറഞ്ഞു നല്ല കുട്ടീന്ന്. വീണ്ടും കവിളിൽ ഒരു ഉമ്മ വന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൂടി എൻ്റെ ചേച്ചിക്ക് കൊടുത്തു. ചേച്ചി ചുറ്റുദാറിൻ്റെ ടോപ്പൊക്കെ ശരിക്കും പോലെ എടുത്തിട്ട് എന്നിട്ട് ലെഗിൻസൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകി എന്നിട്ട് പഠിക്കാനുള്ള പുസ്തകമൊക്കെ എടുത്ത് ടേബിളിന്മേൽ ഇരുന്നിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ടി വി കാണാനായിട്ട് പോയിട്ടോ. ടി വി കാണുമ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം ചേച്ചിയുടെ ആ ഒരു രൂപമായിരുന്നു. എന്തൊരു ഭംഗിയല്ലേ ചേച്ചീനെ അങ്ങനെ കാണാൻ, ചേച്ചിയുടെ ഒക്കെ വലിച്ച് കുടിക്കാനും ചപ്പി കുടിക്കാനൊക്കെ അപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ വന്നപ്പോൾ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ അച്ഛനും അമ്മയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെ റൂമിലേക്ക് പോയിട്ടോ. ഞാനും ചേച്ചിയും കുറച്ച് നേരം കൂടി ടി വി കണ്ടു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു വാ അപ്പൂസ് നമുക്ക് കിടക്കാന്ന്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ റൂമിലോട്ട് കിടക്കാൻ പോയി. ചേച്ചി ഒരു പാവാടയും ടോപ്പൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ചേച്ചീൻ്റെ അടുത്ത് കിടന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ തന്ന കഥകളൊക്കെ പറഞ്ഞിട്ടാട്ടോ എന്നെ ഉറക്കിയത്. അപ്പോൾ മുത്തുമണീസേ, എൻ്റെ ചക്കരക്കുടങ്ങളെ, ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം കേൾക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയാൻ മറക്കണ്ട കേട്ടോ. ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കഥയുടെ സെക്കൻഡ് പാർട്ട് വരികയെന്ന് ഇപ്പോൾ തന്നെ ആലോചിക്കേണ്ട, ഉറവിളി കൂട്ടണ്ട, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മാത്രം മതി. അപ്പോൾ ഓക്കെ, ബൈ. എടുത്തൊരു സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.